ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതീ നമഃ. നമസ്കാരം പ്രിയപ്പെട്ടവരെ, ലളിതം സാഹസ്രകത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 3-ാം അധ്യായത്തിലെ 23-ാമത്തെ ശ്ലോകത്തോടുകൂടി നമുക്ക് തുടങ്ങാം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ശ്രീമദ് ഭഗവത്ഗീതായ കർമ്മയോഗോ നാമ്നേ തൃതീയോധ്യായേ ത്രയോവിംശതി ശ്ലോകഃ. യദിഹ്യഹം ന വർത്തേയം ജാതു കർമ്മണ്യതന്ത്രിതഃ മമ വർത്തമാനുവർത്തന്തേ മനുഷ്യാ പാർത്ഥ സർവശഃ. അല്ലയോ പാർത്ഥ, ഞാൻ ഒരിക്കലെങ്കിലും മടി കൊണ്ട് പ്രവൃത്തിയിൽ ഏർപ്പെടാതിരിക്കുകയാണെങ്കിൽ എല്ലാ മനുഷ്യരും എൻ്റെ മാർഗം അവലംബിക്കും. നമുക്ക് നാമത്തിലേക്ക് വരാം. നാമം 537. അമതിഹി. അമതിയായിട്ടുള്ള ദേവിയെ അമതിഹി എന്ന് വിശേഷിപ്പിക്കുന്നു. അമതി എന്ന വാക്കിന് മഹത്വം, ആകൃതി, ദാരിദ്ര്യം, സമയം, ആവശ്യം, ആഗ്രഹം, ദേഹം, ചന്ദ്രൻ, അങ്ങനെ നിരവധി അർത്ഥങ്ങളുണ്ട് കേട്ടോ. ആ അർത്ഥങ്ങളിൽ ചിലതിലൂടെയാണ് നമ്മളിപ്പോൾ വ്യാഖ്യാനിക്കുന്നത്. ലളിതാ സഹസ്രനാമം സ്തോത്രം പോകുന്നത് എങ്ങനെയാണെന്ന് അറിയാലോ അല്ലേ? സ്വാഹ സ്വധാമതിർ മേധാശ്രുതി സ്മൃതിരനുത്തമ എന്നാണ്. അതിൽ ഈ മതി എന്ന വാക്കായിട്ടും അമതി എന്ന വാക്കായിട്ടും ഈ നാമത്തെ വ്യാഖ്യാനിക്കാറുണ്ട്. നമുക്കിവിടെ അമതിഹി എന്നുള്ളതാണ് കൂടുതൽ ഉചിതമായിട്ടുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് കേട്ടോ. നമ്മുടെ ദേവി മഹത്വമുള്ളവളാണ്, ഏതൊരു ആകൃതിയിലും അധിഷ്ഠിതപ്പെടാത്തവളാണ്, പൊതുവായിട്ടുള്ളതാണ്. അങ്ങനെയുള്ള അർത്ഥതലങ്ങളൊക്കെ നാം പല പല നാമങ്ങളിലായിട്ട് ചർച്ചയ്ക്കെടുത്തിട്ടുണ്ട്. ആ നാമങ്ങളെയൊക്കെ ഒരിടത്ത് കേന്ദ്രീകരിക്കുകയാണ് ഈ നാമത്തിലൂടെ. അമതി എന്നത് ഭൂമിയുമായിട്ട് പ്രത്യക്ഷ ബന്ധമുള്ള ശരീരം തന്നെയായിട്ട് കാണുമ്പോൾ, കാരണം ഏതൊന്നും സ്ഥൂല രൂപത്തിലാണ് നമ്മിലാഴ്ന്നിറങ്ങുന്നത്. അങ്ങനെ അവിദ്യാസ്വരൂപമായ ദേവീപ്രഭാവത്തെ ഒരിക്കൽ കൂടെ ഉദ്ബോധിപ്പിക്കുകയാണ് ഈ നാമത്തിലൂടെ. ജഗത്തിനെ ചലിപ്പിക്കുന്ന മായാസ്വരൂപിണിയാണ് സ്വാഹ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ആ മായ എങ്ങനെയാണ് ജീവാത്മാക്കളിൽ സ്ഥിതി ചെയ്യുന്നത്? അമതിയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അമതിയിൽ മാത്രമേ വ്യാപനമുണ്ടാകുന്നുള്ളൂ. എല്ലാം മതിയാണെങ്കിൽ ജഗത്തിന് ചലനാത്മകത എന്നത് ഉണ്ടാവുകയേയില്ല. അതിനെ ഭൗതികത്തിലൂടെ നോക്കുമ്പോഴോ വീണ്ടും പ്രകൃതിയിലേക്ക് തന്നെ നോക്കണം. നമുക്ക് ചുറ്റുമുള്ളതിലെ ഇല്ലായ്മയും ദാരിദ്ര്യവും അങ്ങനെ എന്തൊക്കെയുണ്ടോ, എന്തൊക്കെ ഇല്ലേ, അതൊക്കെ ദേവി തന്നെയാണ് എന്ന സങ്കല്പമാണ് അപ്പോൾ വരുന്നത്. എന്തുകൊണ്ടാണ് അപ്പോൾ അമതി എന്നെടുത്തതെന്ന് മനസ്സിലായല്ലോ അല്ലേ? കൂടാതെ ഉപഭോഗ വസ്തുക്കളുടെ ക്ഷാമവും അമതിയാണ്. എന്താണ് അതിലൂടെ ലക്ഷ്യമിടുന്നതെന്നോ? നമ്മുടെ ചുറ്റിലുമുള്ളത് കാലത്തിൻ്റെ ഇടപെടൽ മൂലമോ നമ്മുടെ സ്ഥിരോപയോഗം മൂലമോ സമാപ്തമാവുന്നുണ്ട് ഇല്ലേ? അങ്ങനെ പലതും പോകുന്നുണ്ട്. അപ്പോൾ അതിനവിടെ ക്ഷാമം ഉണ്ടാകുന്നു. അത് ഉപഭോക്താവ് അറിയുക തന്നെ വേണം. എങ്കിൽ മാത്രമേ അതിനൊരു പ്രതിക്രിയ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് വെള്ളം പോലും ഇപ്പോൾ അമൂല്യമാണെന്നും അതിനെ സൂക്ഷിച്ചു വെക്കാനും മനുഷ്യൻ പഠിച്ചിട്ടുള്ളത്. അറിയാതെയാണെങ്കിലും ഇതെല്ലാം നമ്മുടെ ഉപബോധ മനസ്സിലുണ്ട് കേട്ടോ. നാം പ്രവർത്തിക്കുന്നുമുണ്ട്. ഇപ്പോൾ ഒരു മരം തന്നെ ആവശ്യത്തിന് മുറിച്ചെടുക്കണമെങ്കിലോ അവിടെ 10 എണ്ണം നട്ടിട്ട് വേണമെന്ന് നമ്മുടെ പൂർവികർ നമ്മളെ ഉദ്ബോധിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ ഉൾക്കൊള്ളണം. അങ്ങനെയുള്ള ഓരോരോ അർത്ഥങ്ങളും ഇതിൽ ഉൾക്കൊള്ളണം. ഒപ്പം നശ്വരമായ ജീവിതത്തെ കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് വയ്ക്കണം. കാരണം ദേഹത്തിലൂടെയാണ് അമതി എന്ന് പറഞ്ഞിരുന്നു അല്ലേ? പദത്തിനുള്ള ചന്ദ്രൻ എന്ന അർത്ഥവുമുണ്ടല്ലോ. ആ അർത്ഥം ച്യുതിയെയാണ് വിവക്ഷിക്കുന്നത്. ചന്ദ്രനും ച്യുതിയിലൂടെയാണ് പൂർണ്ണചന്ദ്രനായിട്ട് മാറുന്നത്. കൂടാതെ ഒന്നിനും ക്ഷാമം അനുഭവപ്പെടുമ്പോഴാണ് വ്യക്തികൾ അത് ഉള്ളയിടത്ത് പോകുവാൻ താല്പര്യപ്പെടുന്നതും. അന്നേരം ഓരോരോ പ്രദേശങ്ങളിലുമായിട്ടുള്ള സമ്പർക്കവും സഹവർത്തിത്വവും അനാവരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഇതൊക്കെ നമ്മുടെ ഭൂമിശാസ്ത്രപരമായിട്ടും സാമൂഹികപരമായിട്ടൊക്കെ വന്നു നാമം. ഇതിൻ്റെ കൂടെ തന്നെ ഒന്നിൽ തന്നെ ആശ്രിതനായിട്ട് കഴിയുവാനുള്ള മനുഷ്യൻ്റെ സഹജമായ വാസനയെ തളർത്തുക കൂടെ ചെയ്യുന്നു ഇല്ലേ? ഒന്നിനെ തന്നെ ആശ്രയിക്കുമ്പോൾ അതില്ലാതാവുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടി പോകും അവൻ. അതുകൊണ്ട് ഒന്നിനെ മാത്രം നീ ആശ്രയിക്കരുത് എന്നുള്ളത് കൂടെ ഇവിടെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. പറവകളെ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, ഇവയൊക്കെ അമതിയെ തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ടാണ് അവയിൽ ചിലവ ദേശാടന പക്ഷികളായിട്ട് അറിയപ്പെടുന്നത്. സുഖദുഃഖ സമ്മിശ്രമായ ജീവിതത്തിൻ്റെ മറ്റൊരു മുഖം കൂടെയാണ് ഈ നാമം നമുക്ക് പറഞ്ഞു തരുന്നത്. നാം ഇവിടെ അവസാനിപ്പിക്കാം. നാമത്തിലെ ചിന്ത അമതി തന്നെയായിരിക്കണം.
നമ്മുടെ നശ്വരമായ ദേഹത്തിലൂടെയുള്ള നമ്മുടെ വളർച്ചയും തളർച്ചയും എല്ലാം അവിടെ വിഷയമാകണം. നമസ്കാര ശബ്ദം. ഓം അമതേ നമഃ. നന്ദി, നമസ്കാരം. സർവം ജഗദംബാർപ്പണമസ്തു. അന്യഥാ ശരണം നാസ്തി, ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹേശ്വരി.